കൈലാസനാഥനായ ഭഗവാൻ പരമശിവന്റെയും ജഗദംബികയായ പാർവതി ദേവിയുടെയും വിവാഹ കഥ കേവലം ഒരു കഥയല്ല, മറിച്ച് കഠിനമായ തപസ്സിന്റെയും അചഞ്ചലമായ ഭക്തിയുടെയും പ്രതീകമാണ്. ദക്ഷയാഗത്തിൽ വെച്ച് തന്റെ ഭർത്താവായ ശിവനോടുള്ള അവഹേളനത്തിൽ മനനൊന്ത് സതീദേവി യോഗാഗ്നിയിൽ ശരീരം ത്യജിച്ചതോടെയാണ് ഈ കഥയുടെ പശ്ചാത്തലം തുടങ്ങുന്നത്. പ്രിയതമയുടെ വിയോഗത്തിൽ ദുഃഖിതനായ ഭഗവാൻ ശിവൻ സകല ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ അഗാധമായ സമാധിയിൽ മുഴുകി. ഭഗവാൻ ധ്യാനത്തിലായതോടെ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റി. ഈ അവസരം മുതലെടുത്ത് താരകാസുരൻ എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടിയെടുത്തു. ശിവന്റെ പുത്രന് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്നതായിരുന്നു ആ വരം. ശിവൻ തപസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു പുത്രൻ ഉണ്ടാവില്ലെന്ന് അസുരൻ ഉറച്ചു വിശ്വസിച്ചു. താരകാസുരന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. സതീദേവി പർവ്വതരാജനായ ഹിമവാന്റെയും മേനകയുടെയും പുത്രിയായി പാർവതി എന്ന പേരിൽ പുനർജനിച്ചിട്ടുണ്ടെന്നും ദേവിക്ക് മാത്രമേ ശിവന്റെ തപസ്സിളക്കാൻ സാധിക്കൂ എന്നും വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. പാർവതി വളർന്നു വലുതായപ്പോൾ നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയുടെ കൈരേഖകൾ പരിശോധിച്ച അദ്ദേഹം അവൾക്ക് ലഭിക്കാൻ പോകുന്ന ഭർത്താവ് സർവ്വഗുണസമ്പന്നനാണെന്നും എന്നാൽ അദ്ദേഹം ഒരു ഭിക്ഷുവിനെപ്പോലെ ശ്മശാനത്തിൽ വസിക്കുന്നവനാണെന്നും പറഞ്ഞു. അത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാക്കിയ പാർവതി ഭഗവാനെ തന്നെ ഭർത്താവായി ലഭിക്കുമെന്ന് ഉറപ്പിച്ചു. തന്റെ പിതാവിന്റെ അനുവാദത്തോടെ ഭഗവാൻ തപസ് ചെയ്യുന്നിടത്ത് അദ്ദേഹത്തെ പരിചരിക്കാൻ പാർവതി എത്തി. എന്നാൽ ആത്മീയമായ ഉന്നതിയിൽ ലയിച്ചിരുന്ന ശിവൻ പാർവതിയുടെ സാന്നിധ്യം ശ്രദ്ധിച്ചതേയില്ല. ഇതിനിടയിൽ ദേവന്മാർ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. കാമദേവനെ അയച്ച് ശിവന്റെ മനസ്സിൽ അനുരാഗം വളർത്താൻ അവർ ശ്രമിച്ചു. വസന്തകാലം അകാലത്തിൽ ഭൂമിയിൽ വിരുന്നെത്തി. മന്ദമാരുതനും പൂക്കളുടെ ഗന്ധവും കൊണ്ട് ലോകം നിറഞ്ഞു. കാമദേവൻ തന്റെ പുഷ്പബാണങ്ങൾ ഭഗവാന് നേരെ തൊടുത്തു. പെട്ടെന്ന് ധ്യാനം ഉണർന്ന ശിവൻ കുപിതനായി തന്റെ തൃക്കണ്ണ് തുറന്നു. ആ കണ്ണുകളിൽ നിന്നു മുതിർന്ന അഗ്നി കാമദേവനെ ഭസ്മമാക്കി മാറ്റി. ഭയന്നുപോയ പാർവതി തന്റെ സൗന്ദര്യം കൊണ്ട് ശിവനെ വശീകരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് പാർവതി കഠിനമായ തപസ് ആരംഭിച്ചു. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വെടിഞ്ഞ് ദേവി കാട്ടിലേക്ക് പോയി. മരം കോച്ചുന്ന തണുപ്പിലും കത്തുന്ന വെയിലിലും ദേവി പ്രാർത്ഥനയിൽ മുഴുകി. ആദ്യം പഴങ്ങൾ മാത്രം ഭക്ഷിച്ചും പിന്നീട് ഇലകൾ മാത്രം ഭക്ഷിച്ചും ഒടുവിൽ വായു മാത്രം ഭക്ഷിച്ചും ദേവി തപസ് തുടർന്നു. ദേവിയുടെ തപസ്സിന്റെ തീക്ഷ്ണത കൊണ്ട് ലോകം മുഴുവൻ ചൂടുപിടിക്കാൻ തുടങ്ങി. ഒടുവിൽ പാർവതിയെ പരീക്ഷിക്കാൻ ഭഗവാൻ ശിവൻ ഒരു വൃദ്ധനായ ബ്രാഹ്മണ വേഷധാരിയായി ദേവിയുടെ അടുത്തെത്തി. ആ ബ്രാഹ്മണൻ പാർവതിയോട് ചോദിച്ചു, എന്തിനാണ് സുന്ദരിയായ നീ ഇത്ര കഠിനമായ തപസ് ചെയ്യുന്നത്? ശിവനെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പാർവതി മറുപടി നൽകി. ഉടനെ